ഒരിക്കൽ തണുപ്പ് സമയത്ത് ഒക്ടോബർ നവംബർ മാസമാണെന്ന് ഞാൻ ഓർക്കുന്നു. ചണ്ഡീഗഡിൽ നിന്ന് മൊഹാലിക്ക് പോകുന്ന റൂട്ടിൽ നമ്മുടെ ജവാന്മാർ വാഹനം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം ഒരു 6 മണിയോടടുത്ത് ഏകദേശം ചെറിയ രീതിയിൽ ഇരുട്ടുമായിട്ടുണ്ട്. ആ സമയത്ത് പഞ്ചാബിൽ ഈ പില്ലൺ റൈഡിങ്, അതായത് മോട്ടോർ സൈക്കിൾ 2 പേര് വരുന്നതിൽ പുറകെ ഇരിക്കുന്ന ആൾ AK-47 വെച്ച് മാർക്കറ്റിലും ജംഗ്ഷനിലും കടകളിലും ഷോപ്പിംഗ് കോംപ്ലക്സിലും എല്ലാം വെടിവെച്ച് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നതുകൊണ്ട് പഞ്ചാബ് ഗവൺമെൻറ് ഒരു മോട്ടോർ സൈക്കിളിൽ 2 പേരിരിക്കുന്നത് നിരോധിച്ചിരിക്കുകയായിരുന്നു. ഈ നമ്മളുടെ വാഹന പരിശോധനയ്ക്ക് നിൽക്കുന്ന 6 സൈനികരുണ്ടായിരുന്നു. അവർ ഒരു 20 അടി അകലത്തിലാണ് ഓരോരുത്തരും നിന്നുകൊണ്ടിരുന്നത്. ഈ 3 യാത്രക്കാരുമായി ചെറുപ്പക്കാരാണ്. 3 പേരൊരു സ്കൂട്ടറിലുണ്ട്. അവർ സ്കൂട്ടറിൽ വളരെ സ്പീഡിൽ വരുന്ന കണ്ടുകൊണ്ട് നമ്മുടെ വാഹന പരിശോധന ആദ്യം നിൽക്കുന്ന ആ ജവാൻ അവരെ കൈ കാണിച്ചു. അവർ നിർത്തിയില്ല. രണ്ടാമത്തെ ആൾ കൈ കാണിച്ചു, അവർ നിർത്തിയില്ല. മൂന്നാമത്തെ ആൾ ഒരു 2 ചുവട് മുന്നോട്ട് റോഡിലേക്ക് കയറി അവരെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അവർ വെട്ടിച്ച് പിന്നെ മുന്നോട്ട് പോയി. 4-മത്തെ ആളും ശ്രമിച്ചു, കൈ കാണിച്ചു, എന്നിട്ടും അവർ നിർത്തിയില്ല. 5-മത്തെ ആളെ ക്രോസ് ചെയ്ത് സ്കൂട്ടർ മുന്നോട്ട് പിന്നെയും പോയപ്പോൾ അവിടുത്തെ ജവാന് സംശയമായി. കാരണം ഒന്നാമതേ അവിടെ 2 പേര് മോട്ടോർ സൈക്കിളിൽ പോകുന്നത് നിരോധിച്ചിരിക്കുകയാണ്. രണ്ടാമത് 4 പേര് തടയാൻ ശ്രമിച്ചിട്ട് അവർ നിർത്തിയില്ല. മൂന്നാമത് അവർ 3 പേരുടെ വളരെയധികം സ്പീഡിലുമായിരുന്നു. അങ്ങനെ സ്കൂട്ടറിൻ്റെ മേൽ വെടിവെച്ചു. 3 പേർക്കും വെടികൊണ്ടു. അവർ അവിടെ സ്ഥലത്ത് വീണു. പരിശോധന ചെയ്തുകൊണ്ടിരുന്ന അവർ ഓടിച്ചെന്ന് അവരെ നോക്കിയപ്പോൾ അവർ 3 പേരും ആ സ്ഥലത്ത് തന്നെ അവർക്ക് മരണം സംഭവിച്ചിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവിടെ വളരെയൊരു ജനക്കൂട്ടം എത്തിച്ചേർന്നു. അവർ അറിയുന്നവരും ഉണ്ടായിരുന്നു. അവരാണ് പറഞ്ഞ ഇവർ പഞ്ചാബ് റോഡ്വേസിൻ്റെ ഡ്രൈവറും ഒരാൾ ചണ്ഡീഗഡ് റോഡ്വേസിൻ്റെ ഡ്രൈവറുമാണ്. ഇവർ ഒരിക്കലും തീവ്രവാദിയല്ല എന്ന്. കൂടാതെ ആ സമയത്ത് ഗുരുദ്വാരയിൽ നിന്നും ഒരു സംപ്രേഷണം നടന്നു. സുരക്ഷാസേന നമ്മുടെ പഞ്ചാബിൻ്റെയും ചണ്ഡീഗഡിൻ്റെയും റോഡ്വേസിൻ്റെ ഡ്രൈവർമാരെ അകാരണമായി വെടിവെച്ചു കൊന്നുവെന്ന്. ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോഴേ പബ്ലിക് കണ്ടമാനം കൂടുന്നതിനാൽ ആ 3 പേരുടെയും മൃതശരീരം എടുത്തുകൊണ്ട് നമ്മൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് ജില്ലാ ആസ്ഥാനത്ത് എത്തുകയും അവിടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. മെഡിക്കൽ കോളേജിലേക്ക് ആ മൃതശരീരം നമ്മൾ മാറ്റുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷം ജനങ്ങളുടെ ആ ദേഷ്യം വളരെയധികം വ്യാപിച്ചു. ഇതുകൂടാതെ പഞ്ചാബ് റോഡ്വേസും ചണ്ഡീഗഡ് റോഡ്വേസും ഈ 2 സംഘടനകളും അവരുടെ ഡ്രൈവേഴ്സ് യൂണിയൻ മൊത്തം പഞ്ചാബിൽ ചക്കാജാം ബന്ദിൻ്റെ ആഹ്വാനം ചെയ്തു. അവരുടെ ആവശ്യം ഇതായിരുന്നു: ഞങ്ങളുടെ ഡ്രൈവേഴ്സിനെ വെടിവെച്ച് കൊന്ന സുരക്ഷാസേനയുടെ ജവാന്മാരുടെ മേൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന്. പക്ഷേ പഞ്ചാബ് ഗവൺമെൻറ് അവരുടെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം പഞ്ചാബ് ഗവൺമെൻറ് പറഞ്ഞത് ജവാന്മാർ അവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ടാണ് ചെയ്തത്. ഒരു ഇരുചക്ര വാഹനത്തിൽ ആ സമയത്ത് ഒരാൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ 3 പേർ യാത്ര ചെയ്തു. രണ്ടാമത് നിങ്ങൾ ആദ്യം 4 പ്രാവശ്യം അവർ നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് സൂചന തന്നിട്ടും നിങ്ങൾ നിർത്താതെ പിന്നെയും അമിതമായ സ്പീഡിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് 5-മത് നിന്ന സൈനികന് നിങ്ങളുടെ മേൽ വെടിയുതിർക്കേണ്ടി വന്നത്. അതുകൊണ്ട് തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്ത് തന്നെയാണ് സംഭവിച്ചത്. സുരക്ഷാസേനയുടെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടി ന്യായമായ ഒരു നഷ്ടപരിഹാരം തരികയും ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഗവൺമെൻറ് സർവീസിൽ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്ത് അങ്ങനെ 7 ദിവസത്തിന് ശേഷമാണ് പഞ്ചാബ് ചണ്ഡീഗഡ് റോഡ്വേസിലെ വാഹന ഗതാഗതം പിന്നീട് പുനഃസ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം നമ്മൾ അവിടെയുള്ള ഗ്രാമവാസികളോട് അന്വേഷിച്ചു. ഇവർ 3 പേരും എവിടെ പോകുന്നതാണെന്ന് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് സിനിമ കാണാൻ ചണ്ഡീഗഡിൽ പോവുകയായിരുന്നു. സിനിമ തുടങ്ങാറായി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്രയും വേഗത്തിൽ അവർക്ക് സിനിമാ തിയേറ്ററിൽ എത്താൻ വേണ്ടിയാണ് അവർ അങ്ങനെയൊരു സാഹസം കാണിച്ചത്. പക്ഷേ അവർ ആ സുരക്ഷാസേനയുടെ വാഹന പരിശോധനയിൽ നിർത്തി ഒരു
സെക്കൻഡ് അവരോട് ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ 3 പേരുടെയും ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഒരു പ്രത്യേകത എനിക്ക് ആ പഞ്ചാബിൽ കാണാൻ സാധിച്ചത്, പഞ്ചാബിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ആതിഥ്യ മര്യാദയിൽ വളരെ മുന്നിലാണ്. നമുക്ക് ഇന്ത്യയിൽ എനിക്ക് ഒരു സംസ്ഥാനത്ത് ഇത്രയും ആതിഥ്യ മര്യാദയുള്ള ഒരു ജനസമൂഹത്തെ കാണാൻ സാധിച്ചില്ല. വേറെ ഒരു പ്രത്യേകത കാണാൻ സാധിച്ചത് അവിടുത്തെ തീവ്രവാദികൾ, നമ്മൾക്ക് പല തീവ്രവാദികളുടെയും വീട് അറിയാമായിരുന്നു. ആ വീടുകളിൽ നമ്മൾ നിരന്തരം അവരെ തേടി വീടുകളിൽ എത്താറുണ്ടായിരുന്നു. പഞ്ചാബിലെ സിഖ് സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു വീട്ടിലിപ്പോൾ ഒരു തീവ്രവാദിയുണ്ട്, നമ്മൾ സുരക്ഷാ സേനയായി വീട്ടിൽ ചെന്നാൽ അവർക്ക് നമ്മളെ വെടിവെച്ച് കൊല്ലാനുള്ള എല്ലാവിധ സൗകര്യവും അവർക്ക് ആ വീട്ടിലുണ്ടെങ്കിലും അവർ നമ്മളെ ഒരിക്കലും ആ വീട്ടിൽ വെച്ച് ആക്രമിക്കുകയില്ലായിരുന്നു. അവരവരുടെ വീട്ടിൽ വെച്ച് ആരെയും ഉപദ്രവിക്കുന്ന ഒരു സമ്പ്രദായം തീവ്രവാദിയാണെങ്കിൽ പോലും അവർക്കില്ലായിരുന്നു. ആ ഒരു പ്രത്യേകത ഞാൻ സിഖ് സമുദായത്തിൽ മാത്രമാണ് കണ്ടത്. സിഖ് സമുദായം എന്ന് പറഞ്ഞാൽ വളരെയധികം പോരാട്ടവീര്യവും കർത്തവ്യ ബോധമുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആർമിയിലും നമ്മുടെ സേനാ വിഭാഗങ്ങളിൽ സിഖ് സമുദായം എപ്പോഴും വളരെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് ഫസ്റ്റ് 1-ാം ലോകമഹായുദ്ധത്തിലാണെങ്കിലും 2-ാം ലോകമഹായുദ്ധത്തിലാണെങ്കിലും ബ്രിട്ടീഷ് ആർമിയുടെ കൂടെ നമ്മുടെ സിഖ് റെജിമെൻറ്റ് വളരെയധികം പേരെടുത്തിട്ടുള്ള ഒരു റെജിമെൻ്റാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ കീഴിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച ശേഷം അതിലുള്ള സിഖ് സമുദായവും അവർ അങ്ങേയറ്റ അർപ്പണബോധത്തോടു കൂടിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിക്ക് വേണ്ടി നിലകൊണ്ടത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചെയ്യുന്ന ആ ജോലിയോട് ഭയങ്കര കൂറ് കാണിക്കുന്ന ഒരു സമൂഹമായിരുന്നു സിഖ് സമുദായം. അതിൻ്റെ ഒരു നെഗറ്റീവ് വശം കാണാൻ സാധിച്ചത്, ഒരു തീവ്രവാദി ആയിട്ടുണ്ടെങ്കിൽ അവൻ ആ തീവ്രവാദത്തോട് തന്നെ ഭയങ്കര കൂറ് കാണിക്കുന്നു. ഇത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. ഒരിക്കൽ ഒരു വീട്ടിൽ തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ടോയെന്ന് അറിവ് കിട്ടി. നമ്മൾ ആ വീടിന് അടുത്ത് ചെന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടന്ന് വൈകുന്നേരത്തെ സമയത്താണെങ്കിൽ നമുക്ക് അറിവ് കിട്ടുന്നത്. വൈകുന്നേരം തൊട്ട് നമ്മൾ വെടിവെപ്പ് നടന്നു. രാത്രി മുഴുവൻ നമ്മൾ ആ വീടിൻ്റെ പരിസരത്ത് ഒളിച്ചിരിക്കാമെന്ന് പറഞ്ഞാൽ വെടി കൊള്ളാത്ത വല്ല മതിലിൻ്റെയോ മരത്തിൻ്റെയോ ഒക്കെ മറവിൽ നമ്മൾ രാത്രി ചെലവഴിച്ചു. നേരം വെളുത്തും വെടി ഉതിർത്തുകൊണ്ടേയിരുന്നു. ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴേക്കും നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഈ തീവ്രവാദിയെ വകവരുത്തണം. നമ്മൾ അതിനു മുമ്പ് പല പ്രാവശ്യം കീഴടങ്ങാനുള്ള അഭ്യർത്ഥന കൊടുത്തായിരുന്നു. കീഴടങ്ങാൻ യാതൊരു ഉദ്ദേശവും ആ തീവ്രവാദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഈ തീവ്രവാദി ഒളിച്ചിരുന്ന ഒരു 2 നില വീടായിരുന്നു. 2 നില വീടിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് നമ്മുടെ മേൽ വെടി വരാൻ തുടങ്ങിയത്. അവസാനം നമ്മൾ ആ 2 നില വീടിൻ്റെ തീവ്രവാദിയുടെ വെടി വരുന്ന ആ ഭാഗം നോക്കി നമ്മൾ ബോംബ് ഫയർ ചെയ്ത്, റോക്കറ്റ് ലോഞ്ചർ ഫയർ ചെയ്തു. ആ റോക്കറ്റ് ലോഞ്ചർ വീടിൻ്റെ ആ ജനലും ചില്ലും ഒരു ഭാഗവും കൊണ്ട് അടർത്തി കളഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ആ 2-ാം നിലയുടെ ഒരു മൂലയിൽ നിന്ന് ആ തീവ്രവാദി അകത്തിരുന്നുകൊണ്ട് വെടിവെക്കുന്നുണ്ട്. തീവ്രവാദിയുടെ ദേഹം മുഴുവൻ തീ പിടിച്ചു. റോക്കറ്റ് ലോഞ്ചർ ഫയർ ചെയ്തതോടുകൂടി തീവ്രവാദിയെ ആ മുറിക്ക് തീ പിടിച്ചു. തീവ്രവാദിയുടെ ദേഹം മുഴുവൻ കത്തുന്നുണ്ട്, തലപ്പാവ് ഉൾപ്പെടെ കത്തുന്നുണ്ട്. എങ്കിലും ആ തീവ്രവാദി AK-47 തോക്ക് വെച്ച് ആ കത്തിക്കൊണ്ടിരുന്ന ആ സമയത്തും തീ കെടുത്താനോ അല്ലെങ്കിൽ ചാടി രക്ഷപ്പെടാനോ അല്ല ശ്രമിച്ചത്. സുരക്ഷാ സേനയുടെ മുകളിൽ അപ്പോഴും വെടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് തെല്ല് സമയത്തിന് ശേഷം അദ്ദേഹം കത്തി നിലത്ത് വീണു. പിന്നീട് നമ്മൾ തീയെല്ലാം കെടുത്തി അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് കാണാൻ സാധിച്ചത് അവരുടെ ആ അർപ്പണബോധം അത് സേനയിലാണെങ്കിലും തീവ്രവാദി ആണെങ്കിലും ഒട്ടും കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. സിഖുകാരുടെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് പോരാട്ട വീര്യത്തോട് ഒപ്പം തന്നെ അവർക്ക് പ്രതികാരവും വളരെയധികം വെച്ചു പുലർത്തുന്ന ഒരു സമൂഹമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1919 ഏപ്രിൽ 13-ാം തീയതി അമൃത്സറിൽ ജാലിയൻവാലാ ബാഗിൽ മൈക്കിൾ ഒ ഡെയർ എന്ന ആ ബ്രിട്ടീഷ് മേജർ വെടിവെക്കാൻ ഓർഡർ കൊടുത്ത് വളരെയധികം ആയിരക്കണക്കിന് പേർ മരിച്ച ആ സംഭവത്തിന് ശേഷം സർദാർ ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ആ രാജ്യസ്നേഹി 21
വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ലണ്ടനിൽ പോയി വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങനെ സർദാർ ഉദ്ധം സിംഗ് ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി 21 വർഷമാണ് കാത്തിരുന്നത്, മനസ്സിൽ കൊണ്ടു നടന്നത്. അത് അവസാനം അദ്ദേഹം അത് പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നമ്മൾക്കിങ്ങനെ തീവ്രവാദികളുടെ എവിടെയെങ്കിലും അവർ പോകുന്നോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ പഞ്ചാബ് പോലീസ് നമുക്ക് നിരന്തരം ഇങ്ങനെ തന്നുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് പഞ്ചാബ് പോലീസിൻ്റെ ഒരു സൂചന കിട്ടി. നമുക്ക് വൈകിട്ട് നമുക്ക് ഒരു സൂചനയുണ്ട്, നമ്മുടെ മേജർ സിംഗ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി ഈ വഴിയിൽ കൂടെ വരാൻ സാധ്യതയുണ്ട്. അമൃത്സറിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് പോകുന്ന വഴിയിൽ പോകുന്നുണ്ട്, ഈ റൂട്ട് വഴിയാണ് വരാൻ സാധ്യതയുള്ളത്. ഞങ്ങളൊരു വൈകുന്നേരം 5 മണി തൊട്ട് കാത്തിരുന്നു. 9 മണി വരെയും രാത്രി വെയിറ്റ് ചെയ്തു. ആ സമയം പഞ്ചാബ് പോലീസിൻ്റെ വേറൊരു സൂചന കിട്ടി നമുക്ക്, മേജർ സിംഗ് ഇന്ന് നമ്മുടെ ഈ റൂട്ടിൽ കൂടെ വരുന്നില്ല, അദ്ദേഹം വഴി മാറി വേറെ എങ്ങാണ്ടോ പോവുകയാണെന്നുള്ളൊരു സൂചനയാണ് കിട്ടിയത്. ഈ സൂചന കിട്ടിയപ്പോഴേ ഞങ്ങൾ എല്ലാവരും കൂടെ എന്നാൽ ശരി നമുക്ക് തിരിച്ച് ക്യാമ്പിൽ പോകാം എന്നുള്ള രീതിയിൽ തയ്യാറെടുത്തുകൊണ്ട് നിന്നപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും പഞ്ചാബ് പോലീസിൻ്റെ ഒരു സന്ദേശം കിട്ടി, ഇല്ല നമ്മുടെ ഈ റൂട്ടിൽ തന്നെ വരുന്നുണ്ട്, നമുക്ക് വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കണം, വാഹന പരിശോധന നടത്തണമെന്ന്. ശരി, പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ആ പൊസിഷനിൽ നിന്നു. വാഹന പരിശോധന നടക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ സുരക്ഷ മുൻകരുതി, കാരണം വാഹനത്തിൽ വരുന്ന ആരും വെടിവെച്ച് നമുക്ക് അത്യാഹിതം സംഭവിക്കരുത്, അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമായിരുന്നു. സുരക്ഷാ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വാഹനത്തിൽ ആരെങ്കിലും വരുന്നുണ്ട്, നമ്മളവരെ കൈ കാണിക്കുമ്പോൾ ഒരിക്കലും നമ്മളുടെ മേൽ അവർ വെടിവെച്ച് രക്ഷപ്പെട്ട് അവർ പോകരുത്. അതിനുവേണ്ടി നമ്മൾ തടി കൊണ്ടുള്ള പലക കൊണ്ടുള്ള ചെറിയ ഫ്രെയിം ഉണ്ടാക്കും, അല്ലെങ്കിൽ ടാർ വീപ്പയ്ക്കകത്ത് മണ്ണിട്ടിട്ട് അത് നിറച്ച് മുന്നിൽ വെക്കും. കാരണം വെടിവെച്ചാലും നമ്മൾ ടാർ വീപ്പ കൊള്ളുമ്പോൾ നമുക്ക് അത്യാഹിതം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പിന്നെ അതുപോലെയുള്ള സാൻഡ് ബാഗ്, അതായത് മൺചാക്ക് നിറച്ച് സൈഡുകൾ നമ്മൾ വെക്കാറുണ്ട്. സ്ഥിരം വാഹന പരിശോധനയുടെ സ്ഥലങ്ങളാണെങ്കിൽ മൺചാക്ക് നിറച്ച് വെക്കാറുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ വാഹനങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൽ തന്നെ കൈ കാണിച്ച് നിർത്താൻ സാധിക്കും. എങ്കിലും നമ്മുടെ കാവൽ ആ മൺചാക്കിനുള്ളിൽ നിൽക്കുന്നവർ എപ്പോഴും സുരക്ഷിതരായിരിക്കും. ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഈ മേജർ സിംഗിൻ്റെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് പഞ്ചാബ് പോലീസിൻ്റെ ഓഫീസേഴ്സും നമ്മുടെ കൂടെയുണ്ട്. അകലെ നിന്ന് ഒരു വണ്ടി വരുന്ന കണ്ട് എല്ലാ വണ്ടിയും നമ്മൾ നിർത്തി പരിശോധിച്ചതിന് ശേഷമാണ് മുന്നോട്ട് വിട്ടുകൊണ്ടിരുന്നത്. ഈ വണ്ടി അകലെ നിന്ന് വരുന്ന കണ്ടു, രാത്രിയുടെ സമയമാണ്, നമ്മൾ ടോർച്ച് തെളിച്ച് അതിനെ നിർത്താൻ വേണ്ടി നമ്മൾ സൂചന കൊടുത്തു. പക്ഷേ ആ വണ്ടി നിർത്തിയില്ല. രണ്ടാമതും നമ്മളതിനെ നിർത്താൻ വേണ്ടി സൂചന കൊടുത്തു, നിർത്തിയില്ല. പിന്നീട് ആ വണ്ടി മുന്നോട്ട് പോയപ്പോൾ അടുത്ത് നിന്ന് നമ്മുടെ കാവൽക്കാരൻ മുകളിലേക്കൊരു വെടിവെച്ചു. കാരണം നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഇതിനകത്തുള്ളിൽ ഇരിക്കുന്നയാൾ മേജർ സിംഗ് എന്ന് പറയുന്ന തീവ്രവാദി തന്നെയാണെന്ന്. എങ്കിലും നമ്മൾ മുകളിലേക്ക് ആകാശത്തേക്ക് ഒരു വെടിവെച്ചു. ഇനി ആ വെടി ശബ്ദം കേട്ടെങ്കിലും അയാൾ വണ്ടി നിർത്തട്ടെ എന്ന് കരുതി. പക്ഷേ ആ വണ്ടി നിർത്തേണ്ട സ്ഥാനത്ത് തിരിച്ച് ആ വണ്ടിക്കുള്ളിൽ നിന്ന് ഞങ്ങളുടെ മേൽ വെടിവെക്കുകയുണ്ടായി. അങ്ങനെ 2 ഭാഗത്തുനിന്നും വെടിവെപ്പ് നടന്ന് ഒരു 1/2-3 മണിക്കൂറോളം പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചു. വെടിവെപ്പ് എല്ലാം കഴിഞ്ഞ് വാഹനത്തിൽ നിന്നുള്ള വെടിശബ്ദം നിലച്ച് കുറച്ച് നേരം കൂടി നമ്മൾ കാത്തിരുന്നതിന് ശേഷം നമ്മൾ ആ വാഹനത്തിൻ്റെ അടുത്തോട്ടെത്തി. അപ്പോൾ കാണാൻ സാധിച്ചത് മേജർ സിംഗ് അതിനകത്ത് ഡ്രൈവർ സീറ്റിൽ മരിച്ചു കിടക്കുന്നു, സ്റ്റിയറിങ്ങിൻ്റെ മുകളിലേക്ക് വീണ് മരിച്ചു കിടക്കുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരും മരിച്ച നിലയിലായിരുന്നു. അത് പിന്നീട് അറിയാൻ സാധിച്ചത് മേജർ സിംഗിൻ്റെ ഭാര്യയായിരുന്നു എന്ന്. പക്ഷേ ആ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭവം, ആ കാറിൻ്റെ പുറകിലത്തെ സീറ്റിൽ ഒരു 4 വയസ്സോളം പ്രായമുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ജീവനോടെ ആ കാറിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ മരിച്ച 2 പേരെയും നമ്മൾ എടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് മുന്നോട്ടുള്ള നിയമ നടപടിക്കുമായിട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു.
ആ കുട്ടിയെ പിന്നീട് പഞ്ചാബ് പോലീസിൻ്റെ ഒരു DSP ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, റോപ്പർ ഡിസ്ട്രിക്റ്റിൻ്റെ. ആ DSPക്ക് കുട്ടികളില്ലാത്തതായിരുന്നു. ആ DSP പിന്നീട് ആ കുട്ടിയെ എടുത്ത് വളർത്തി ഞങ്ങൾ പോരുന്നവരെ അദ്ദേഹം ആ കുട്ടിയെ വളർത്തുകയായിരുന്നു. ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു 35-40 പ്രായം കാണാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ഞങ്ങൾ പഞ്ചാബിലെ രൂപ്നഗർ, റോപ്പർ ഡിസ്ട്രിക്റ്റ് ആണ്, ഇപ്പം അതിനെ രൂപ്നഗർ എന്നാണ് വിളിക്കുന്നത്. രൂപ്നഗർ ഡിസ്ട്രിക്റ്റിലെ കളക്ടറുടെ കൂടെ ഞങ്ങളൊരു വില്ലേജിൽ സന്ദർശനത്തിന് പോവുകയായിരുന്നു. ആ വില്ലേജിലേക്ക് പോകേണ്ട വഴി നമ്മുടെ ഈ നദിയാണ്. പക്ഷേ ആ നദി മഴക്കാലത്ത് മാത്രമേ അതിൽ വെള്ളമുള്ളൂ. ഉണക്കുകാലമാകുമ്പോൾ ആ നദി വരണ്ട് കിടക്കും. നമുക്കതിലെ വാഹനം ഓടിച്ച് യാത്ര ചെയ്യുക. ആ വഴിയാണ് വില്ലേജിലേക്കുള്ള മാർഗവും അതുതന്നെയാണ്. നമ്മളിങ്ങനെ പോയി ആ വഴി പോയി ആ നദിയുടെ പകുതിയോളം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നദിയായിട്ടില്ല, ആ സമയത്ത് എല്ലാം ഉണങ്ങിക്കിടക്കുവാണ്. വളരെ വളരെ ശക്തമായ രീതിയിൽ കളക്ടറുടെ വണ്ടിയുടെ മേലിലേക്ക് വെടിവയ്പ് വന്ന്, അത് കൃത്യം അവർ ആ കളക്ടറുടെ വണ്ടിയെ ലക്ഷ്യമിട്ടാണ് തീവ്രവാദികൾ വെടിവെച്ചത്. കളക്ടറുടെ ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയായിരുന്നു. പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണെങ്കിലും ഇതിന് മുന്നേ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് പോലീസിൻ്റെ ഒരു DSP ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയിൽ പോയതായിരുന്നു. ലൈറ്റ് മെഷീൻ ഗൺ വെച്ച് വെടിവെച്ച് ആ ബുള്ളറ്റ് പ്രൂഫ് വണ്ടി തുളഞ്ഞു കയറി അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ വെടികൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് തന്നെ വീരമൃത്യു വരിച്ചായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം വെടിവെപ്പ് നടക്കുമ്പോൾ ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയിൽ ഇരിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് തോന്നി ഉടൻ തന്നെ കളക്ടറും കളക്ടറുടെ പ്രൊട്ടക്ഷനിലുണ്ടായിരുന്ന നമ്മുടെ ഒരു ജവാനും എതിർവശത്തേക്ക്, അതായത് വലതുവശത്തു നിന്ന് വണ്ടിയുടെ വെടിവയ്പ് വരുന്ന ഇടതുവശത്തേക്ക് ഇറങ്ങി മണ്ണിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ആ കളക്ടർ വിചാരിച്ചു ഇവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറം വരെ മരങ്ങളും കാടുകളും ഒക്കെയുള്ളൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടാലോ എന്ന് നോക്കി കളക്ടർ അതിനുവേണ്ടി ഒന്ന് തുനിഞ്ഞു. കളക്ടർക്ക് ആക്ച്വലി നമ്മുടെ സൈനികപരമായിട്ടുള്ള ഒരു നീക്കത്തെക്കുറിച്ചുള്ള ഐഡിയ ഇല്ലാഞ്ഞിട്ടായിരിക്കും. രക്ഷപ്പെടാൻ അത്രയും പെട്ടെന്ന് എത്താൻ നമ്മൾക്കൊരിക്കലും സാധിക്കില്ല. കാരണം വെടിയുണ്ടയുടെ സ്പീഡെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 2400 അടിയാണ്. അതിലും വലിയ സ്പീഡിൽ ഒരിക്കലും നമ്മൾക്ക് ആ അകത്തുള്ള വെടി കൊള്ളാത്ത ഒരു മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ സ്ഥലത്തോ എത്താൻ സാധിക്കുകയില്ല. അപ്പോൾ കളക്ടറുടെ ഈ ശ്രമം കണ്ടുകൊണ്ട് നമ്മുടെ ജവാൻ എന്ത് ചെയ്തു, കളക്ടർ സാറിനോട് പറഞ്ഞു, സാറേ ഒരിക്കലും ഏക്കരുത്, ഇവിടെ തന്നെ കിടക്കാം. അന്നേരം കളക്ടർ പറഞ്ഞു, ഇവിടെ തന്നെ കിടന്നാൽ വെടി കൊണ്ടാലോ എന്ത് ചെയ്യും? ഈ പയ്യനെ എന്ത് ചെയ്തു നമ്മുടെ ജവാൻ, ഈ കളക്ടറുടെ മുകളിൽ കയറി കിടന്നുകൊണ്ട് ഇവൻ വെടിവെച്ചു, വലതുവശത്തേക്ക് വെടിവെച്ച് കുറേ നേരം വെടിവെയ്പ്പ് തുടർന്നുകൊണ്ടിരുന്നു. പിന്നിലെ വാഹനത്തിൽ ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങളും ആ വെടിവെന്ന സ്ഥലത്തേക്ക് വെടിവെച്ചു. ഒരു 20 മിനിറ്റോളം വെടിവെയ്പ്പ് നടന്നു. അതിനുശേഷം തീവ്രവാദികൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. ആ ഒരു ബോധ്യത്തോടു കൂടിയായിരിക്കാം അവർ പെട്ടെന്ന് അവിടെ നിന്ന് പിൻവലിഞ്ഞ് രക്ഷപ്പെട്ടുകൂടി. ഞങ്ങൾ പുറകെ നോക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ നദിയുടെ അപ്പുറേ ഒരു കുറ്റിക്കാടും മലയൊക്കെ ആയിരുന്നു. അതിലേ പോയിരുന്നെങ്കിൽ പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കും തിരിച്ചും അത്യാഹിതം സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. കൂടാതെ കളക്ടറായിട്ട് നമുക്ക് ആ ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. ആ കാരണം കൊണ്ട് പിന്നീട് ഞങ്ങൾ ആ കളക്ടറായിട്ട് വെടിവെപ്പ് തീർന്നു കഴിഞ്ഞ് തിരിച്ച് ആ സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ കളക്ടർക്ക് നമ്മുടെ സുരക്ഷാ സൈനികരെന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. കളക്ടർ എവിടെയെങ്കിലും മീറ്റിങ്ങിനോ എന്തെങ്കിലും ഫംഗ്ഷനോ പോവുകയാണെങ്കിൽ കൂടെയുള്ള എല്ലാവരെയും കൊണ്ടുപോയി അദ്ദേഹം ആഹാരം കഴിക്കുന്ന അതേ ഹോട്ടലിൽ നിന്ന് ഈ സൈനികർക്ക് മുഴുവൻ ആഹാരം കഴിച്ച് ഇവരെല്ലാവരും കൈകഴുകിയേറ്റ് കഴിഞ്ഞേ ഉള്ള ആ കളക്ടർ ആഹാരം കഴിക്കുള്ളായിരുന്നു. അത്ര കണ്ട് ആ ഒരു സംഭവത്തിന് ശേഷം കളക്ടർക്ക് നമ്മളുടെ ഒരു കുടുംബപരമായ ബന്ധമായിരുന്നു പിന്നീട് മുന്നോട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ പഞ്ചാബിൽ വെച്ച് നടന്ന വേറൊരു സംഭവമാണ്. നമ്മളെ ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് പുതിയ പുതിയ പാഠങ്ങൾ തരുന്നത്. ഓരോ തെറ്റുകൾ സംഭവിച്ചതിൽ നിന്ന് നമ്മൾ എപ്പോഴും പാഠം പഠിക്കണം. ആ ഒരു തെറ്റ് പിന്നീട് ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്നത്. കാരണം ഒരു ക്ലർക്കിൻ്റെ നിന്നൊരു തെറ്റ് പറ്റിയാൽ 4 എന്നുള്ളത് 8 എന്ന് എഴുതും, അല്ലെങ്കിൽ 8 എന്നുള്ളത് 4 എന്ന് എഴുതും. അത് നമുക്ക് തിരുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ ഒന്നുകിൽ നമ്മൾക്ക് ജീവഹാനിയായിരിക്കാം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എതിരാളികൾക്ക് ജീവഹാനിയായിരിക്കാം സംഭവിക്കുന്നത്.
തീവ്രവാദികളെ ഒരിക്കലും നമ്മൾ വെടിവെക്കാറില്ല. നമ്മൾക്ക് ജീവൻ രക്ഷ, അതായത് നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന നമ്മളെ അവർ ആക്രമിക്കുന്നു, സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളെപ്പോഴും അവരുടെ മേൽ തീവ്രവാദികൾ വെടിവെക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന അവർ കീഴടങ്ങുക, അവരെ നിയമത്തിൻ്റെ മുകളിൽ കൊണ്ടുവരിക, അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം നൈറ്റിൽ സെർച്ച് നടത്തിക്കൊണ്ടിരുന്നതിനിടെ തീവ്രവാദികൾ ഉണ്ടെന്നുള്ളൊരു അറിവ് കിട്ടി. ആ സ്ഥലത്ത് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നതിനിടെ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി അവരെ നമ്മൾ വളയപ്പെട്ടു എന്നുള്ളത്. അവർ ഞങ്ങളുടെ മേൽ വെടിവെക്കാൻ തുടങ്ങി. നമ്മൾ ഉടനെ നിലത്ത് കിടന്ന്, നമുക്ക് വെടിവെക്കുമ്പോൾ ഉടനെ നമ്മൾ ഏറ്റവും അടുത്തുള്ള എന്തെങ്കിലും നമ്മളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് മുന്നിലുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇഴഞ്ഞു നീങ്ങുന്നത്. കാരണം വെടിവെപ്പ് തുടങ്ങിയാൽ പിന്നെ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റുകയില്ല. പിന്നെ മണ്ണിൽ കൂടെ ഉരുണ്ടോ, മണ്ണിൽ കൂടെ നമ്മൾ ഇഴഞ്ഞോ, കൊച്ചുകുട്ടികൾ 6 മാസമായ കുട്ടികൾ ഇഴയുന്ന പോലെയൊക്കെ ഇഴഞ്ഞാണ് പോകുന്നത്. അതാണ് നമുക്ക് സുരക്ഷിതവും. ഇങ്ങനെ നമ്മൾ ഇഴഞ്ഞിഴഞ്ഞ് ചെന്ന് അവിടെ ഏതെങ്കിലും ഒരു മരം ഉണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിൽ, അല്ലെങ്കിൽ ചെറിയ മൺതിട്ടയുണ്ടെങ്കിൽ അതേ ചെറിയ കുഴി പോലെ മണ്ണെടുത്ത വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെയാണ് നമ്മൾ പിന്നെ പൊസിഷൻ എടുത്തിട്ട് മുന്നോട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത്. ഈ കുറച്ച് നേരം വെടി വന്ന് ഞങ്ങളെല്ലാവരും മണ്ണിൽ തന്നെ കിടന്നു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ വെടിവെച്ചെല്ലാം നിലച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റോളം ഒരു ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുണ്ടാകുന്നില്ല. ഞങ്ങൾ കിടക്കുന്നതിൻ്റെ എൻ്റെ പൊസിഷനിൽ നിന്നൊരു 15 അടി അപ്പുറത്ത് പഞ്ചാബ് പോലീസിൻ്റെ ഒരു DSP കിടപ്പുണ്ടായിരുന്നു, DYSP റാങ്കിലുള്ള ഒരു ഓഫീസർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ടോർച്ചുണ്ട്. അദ്ദേഹം കിടക്കുമായിരുന്നു മണ്ണിൽ. അദ്ദേഹം ഈ ടോർച്ച് തെളിക്കുകയും ആ കാട്ടിൽ നിന്ന് ഒരു 5-8 വെടിയുണ്ട ഒരുപോലെ, അതായത് ബ്രസ്റ്റ് ഫയർ AK-47 5-8 വെടിയുണ്ട്. ഈ ടോർച്ചിൻ്റെ വെട്ടം കാണുകയും അവർ 2-3 സെക്കൻഡിനുള്ളിൽ ഒരു 6 വെടിയുണ്ട് ഈ മനുഷ്യൻ്റെ മുഖത്ത് വന്നുകൊണ്ട്. അദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ വീരമൃത്യു വരിച്ചു കളഞ്ഞു. അന്നത്തെ കാലത്തെ ഒരു ചെറിയ ഓപ്പറേഷണൽ മിസ്റ്റേക്ക് ആ മനുഷ്യൻ്റെ ജീവൻ കൊണ്ടാണ് പോയത്. ഇങ്ങനെയുള്ള ഒത്തിരി പാഠങ്ങളും അനുഭവങ്ങളും നമ്മൾക്ക് പഞ്ചാബിൽ നിന്നുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അടുത്ത ദിവസം ക്യാമ്പിൽ വന്ന് നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെ, അതിൽ സംഭവിച്ച പിഴവുകൾ, ഇതെല്ലാം നമ്മളെപ്പോഴും പറഞ്ഞ് ഉള്ള ജവാന്മാരെല്ലാം മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. കാരണം ഇതൊക്കെ നമുക്ക് അനുഭവങ്ങളുടെ ഓരോ പാഠങ്ങളായിരുന്നു. ഇവരെ തീവ്രവാദികൾ പിടിച്ചുകൊണ്ട് പോയി കൈ പുറകിൽ കെട്ടി കഴുത്തേ കയറിട്ട് ശരിക്കും ഇന്ദിരാഗാന്ധി മാഡത്തിൻ്റെ കൊലപാതകികളായ ബീൻ സിംഗിലെ സന്ത്വന്ത് സിംഗിനെയും ഖേർ സിംഗിനെയും തൂക്കിക്കൊന്ന പോലെ ഈ ഒരു സമുദായത്തിൽപ്പെട്ട 17 പേരെ യാതൊരുവിധ കരുണയും മനസാക്ഷിയില്ലാതെ അവരെ തൂക്കിലേറ്റപ്പെടുകയാണ് ഉണ്ടായത്.